ഓം നമ ശിവായ. സർവേഷാം സുഖിനോ ഭവന്തു. എല്ലാവർക്കും നമസ്കാരം. ഭൈരവ ആസ്ട്രോവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് വിപ്ലവത്തിൻ്റെ വീരമണ്ണായ കണ്ണൂരിലാണ്. അങ്ങ് തെക്ക് പത്മനാഭൻ്റെ മണ്ണിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ് ഞാൻ. ഇവിടെ ഒരു ഗുഹാക്ഷേത്രം ഉണ്ടെന്നറിഞ്ഞ് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയത്. ഏകദേശം 2000 വർഷത്തോളം പഴക്കമുള്ള ഒരു യോഗീശ്വര ഗുഹാക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. എനിക്ക് മുന്നിൽ കാണുന്നത് കണ്ണൂരിലെ ഏഴരക്കടപ്പുറം. ഇവിടെ ഈ കടപ്പുറത്തിന് അഭിമുഖമായിട്ടാണ് ഈ ഗുഹാക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പറയുകയാണെങ്കിൽ, ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊരു പൂജാവിധാനങ്ങളൊന്നും ഈ ക്ഷേത്രത്തിനില്ല. നിങ്ങൾ ഭക്തർക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഇവിടെ ഒരു നിലവിളക്ക് കൊണ്ടുവന്ന് കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോവുക, അത്രയേ ഉള്ളൂ. കാരണം എല്ലാവരുടെയും മനസ്സിലാണ് അവരവരുടെ ദൈവമുള്ളത്. അവരവരുടെ ദൈവത്തെ അവരവരുടെ വിധിക്കനുസരിച്ച്, അവരവരുടെ ഭക്തിക്കനുസരിച്ച് ഇവിടെ പൂജിക്കുക. ആ ദൈവം നിങ്ങളിലേക്ക് പ്രവർത്തിക്കുകയും നിങ്ങളുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു തരികയും ചെയ്യും. അങ്ങനെ അവനവന്റെ ദൈവത്തെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥലം എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇതിലൂടെയാണ് നിങ്ങൾ ഏതാഗ്രഹവും സാധിച്ചു തരാൻ ഇവിടുത്തെ ഈ യോഗീശ്വര സന്നിധാനത്തിന് കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ദൂരം താണ്ടി ഒരു കുഗ്രാമപ്രദേശം താണ്ടിയാണ് ഈ കടപ്പുറത്തെത്തുന്നത്. ഇവിടെ വലിയ വിനോദസഞ്ചാര മേഖലയൊന്നുമല്ല. എങ്കിലും ഈ ഗുഹാക്ഷേത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ധാരാളം വിളക്കുകൾ ഇരിപ്പുണ്ട്. ഓരോ മാസവും ഇവിടുന്ന് വിളക്കുകൾ എടുത്ത് മാറ്റാറുണ്ട്. വീണ്ടും ആഴ്ചകൾ കൊണ്ടും മാസങ്ങൾ കൊണ്ടും ഇവിടെ വിളക്കുകൾ നിറയാറുണ്ടെന്നാണ് പറയുന്നത്. അത്രയും ഭക്തർ ഇവിടെ വന്നു ചേരുന്നത് ഇവിടുത്തെ ചൈതന്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ ചൈതന്യമുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെയും ഇവിടെ എത്തിച്ചേരുന്നത്. ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഈ യോഗീശ്വര സന്നിധിയുടെ അനുഗ്രഹവും ആശീർവാദവും എപ്പോഴും ഉണ്ടാകും. ഇത് ചുരുക്കി പറഞ്ഞാൽ അവനവന്റെ ഈശ്വരനെ കാണാൻ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഇവിടെ എത്തിച്ചേരാൻ കഴിയുള്ളൂ എന്നതേ പറയാനുള്ളൂ. കാരണം ഇതുപോലുള്ള യോഗീശ്വര സന്നിധികൾ, ഇതുപോലുള്ള താപസന്മാരുടെ സാന്നിധ്യം കൊണ്ട് എപ്പോഴും പവിത്രമായ ഈ ഭൂമിയിൽ എല്ലാവർക്കും എത്തിച്ചേരാൻ കഴിയില്ല. അത് അതിൻ്റെതായ വിധികളും അതിനുള്ള ഒരു ചര്യകളും ഒക്കെ അനുഷ്ഠിക്കുന്നവർക്കേ അത് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. പ്രകൃതിയുടെ പൂജിക്കുന്നതിലൂടെ തന്നെയാണ് ഈശ്വരനെ പൂജിക്കുന്നത്. അപ്പോൾ ഈശ്വരനെ പൂജിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് വിഗ്രഹങ്ങളോ പ്രത്യേകിച്ച് വിധാനങ്ങളോ പ്രത്യേകിച്ചൊരു പൂജാരിയോ ഒന്നും ആവശ്യമില്ല. അത് വിളിച്ചറിയിക്കുന്ന ഏക തെളിവാണ് കണ്ണൂരിലെ ഈ വിപ്ലവത്തിന്റെ മണ്ണിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗുഹാക്ഷേത്രം. അവിടെ എരിഞ്ഞ് അണഞ്ഞിരിക്കുന്ന ഇത്രയും ദീപങ്ങളും. ഇനി കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് വീണ്ടും പോകാം. 5 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നടാൽ എന്ന സ്ഥലത്തെത്തി. ഒരു നാടൻ ഭക്ഷണമൊക്കെ കഴിച്ചു. വലിയ ഹോട്ടലൊന്നും പ്രതീക്ഷിച്ചാലും വരേണ്ട ചെറിയ 2 ഹോട്ടലുകളുണ്ട്. റോഡിന്റെ ഇരുവശത്തായിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലും നോൺ വെജിറ്റേറിയൻ ഹോട്ടലും, ചെറിയ ഹോട്ടലുകളാണ്. നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു. ഊണ് കഴിച്ച് ഇനി ഗുഹാക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നല്ല മനോഹരമായ പ്രകൃതിയൊക്കെയാണ് ഇവിടെ. നമുക്ക് കാണാം, കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം കടന്നു. ആർച്ചാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ചെറിയ കയറ്റമുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് ആൾപ്പാർപ്പൊക്കെയുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലം, തികഞ്ഞ ഒരു ശാന്തതയുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്ക് ആ ക്ഷേത്രത്തേക്ക് എത്താം. ഏഴരക്കടപ്പുറത്താണ് ഈ ക്ഷേത്രം, യോഗീശ്വര ക്ഷേത്രം ഉള്ളത്. നമുക്ക് ക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്ക് ഉടനെ തന്നെ പോകാം. അപ്പോൾ ഈ വഴിമധ്യ ഈ കയറ്റം കയറി വന്നപ്പോൾ ഇടതുവശത്തായിട്ടാണ് ഇങ്ങനെ ഒരു ആൽമരവും ഒരു ആൽത്തറയും ഒക്കെ കണ്ടത്. ഇത് ക്ഷേത്രമാണെന്ന് അറിയില്ല. എന്തായാലും അതിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇത് കിഴുന്ന ശ്രീ ആലിങ്കൽ യോഗീശ്വര സന്നിധാനമാണ്. ഇവിടെ ഒരു പേരാലിന്റെ ചുവട്ടിലൊരു ചെറിയ ആൽത്തറയും ഒരു വിളക്കുമൊക്കെ ഉണ്ട്. യോഗീശ്വര സ്തവമായിട്ടാണ് ഇത് കാണുന്നത്. വളരെ പുരാതനമായ കെട്ടിടങ്ങളാണ് വഴിയുടെ ഇരുവശത്തും കാണുന്നത്. വളരെ പഴക്കമുള്ളൊരു സ്ഥലം തന്നെയാണ് ഇവിടെ. നേരത്തെ തന്നെ വളരെ ജനനിബിഡമായിരുന്നു തോന്നുന്നു. ഇപ്പോഴും ശരിക്കും ആൾക്കാരുടെ താമസങ്ങളുണ്ട്. നമുക്ക് വഴിയൊക്കെ വളരെ മനോഹരമാണ്.
ഇടുങ്ങിയ ഒരു പാതയാണ്. തികച്ചും ഒരു ഗ്രാമപ്രദേശമാണ് ഈ സ്ഥലം. വളരെ ജനനിബിഡമായ ശാന്തമായ സ്ഥലം. പക്ഷേ നല്ല ജനത്തിരക്കുകളുണ്ട് ഇവിടെ. ശരിക്കും വീടുകളുണ്ട്. അതാണ് യോഗീശ്വര സന്നിധാനം ഗുഹാ റോഡ്, കിഴുന്നുംപാറ. ഇടുങ്ങിയ റോഡാണ്. അപ്പോൾ വാഹനത്തിലേക്ക് ഇവിടെ വരുന്നവരെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്ത് വരണം. അപ്പോൾ വഴിമധ്യേ ആണ് വീണ്ടും ഗുഹാ റോഡ് എന്നുള്ളൊരു ബോർഡ് കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു റോഡ് ഇങ്ങോട്ട് വന്ന് കയറുന്നുണ്ട്. എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല. നമ്മൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കാരണം ഇരുവശവും വെട്ടുകല്ല് കൊണ്ടുള്ള മതിലും തുൽപ്പടർത്തും ചെറിയ വള്ളിച്ചെടികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നല്ല മനോഹരമായ സ്ഥലം. ഇവിടെ യാത്ര ചെയ്യാൻ പ്രത്യേക ഒരു സുഖം തോന്നുന്നുണ്ട്. അപ്പോൾ ഏകദേശം ബീച്ചെത്താറ എന്ന് തോന്നുന്നു. ദൂരെയായി കടല് കാണാൻ കഴിയുന്നുണ്ട്. വണ്ടി പാർക്കിങ്ങിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടോ എന്നൊന്നും അറിയില്ല. വണ്ടി കൊണ്ടിഞ്ഞ് വന്ന് നമ്മൾ അങ്ങനെ നമ്മൾ ഈ യോഗീശ്വര സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ ഇവിടെ ഒരു ബോർഡായിട്ട് വെച്ചിട്ടുണ്ട്. അശുദ്ധിയായവരൊന്നും അകത്ത് പ്രവേശിക്കരുത്. യോഗീശ്വരനായതുകൊണ്ട് തന്നെ വളരെ പവിത്രമായിട്ടാണ് അവർ ഈ സ്ഥലം വൃത്തിയാക്കിയിരിക്കുന്നത്. പരിസരം അശുദ്ധിയാക്കരുത്, സ്ത്രീകൾ ഗുഹയുടെ അകത്ത് പ്രവേശിക്കരുത്, അങ്ങനെയൊക്കെയുള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ വരുന്ന ഭക്തജനങ്ങളൊക്കെ വായിച്ച് നോക്കുക. സന്ദർശന സമയം പറഞ്ഞിരിക്കുന്നത് കാലത്ത് 5 മണി മുതൽ 11 മണി വരെയും വൈകുന്നേരം 3:30 മുതൽ 7 മണി വരെയാണ്. ഇപ്പോൾ മനോഹരമായ കടൽ തീരമാണ്. ഈ കടൽ തീരം വരെയും ആൾക്കാരുടെ വീടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു പടവുകളൊക്കെ ഇറങ്ങി വേണം നമുക്ക് ഇതിലേക്ക് വരാൻ. ഇവിടെ നമ്മൾ ഏഴരക്കടപ്പുറത്തെത്തി. കണ്ണൂർ ജില്ലയിലെ ഏഴരക്കടപ്പുറം എന്ന സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെയുള്ള യോഗീശ്വര ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയത്. ഇവിടെ പ്രത്യേക പൂജാവിധാനങ്ങളും പൂജാരിയും ഒന്നും തന്നെ ഇല്ല. നമ്മൾക്ക് എല്ലാ ഭക്തർക്കും ഇവിടെ വന്ന് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങെന്ന് പറയുന്നത്. ഇപ്പോൾ യോഗീശ്വര ക്ഷേത്രം എവിടെയാണെന്ന് ഇങ്ങനെ അന്വേഷിക്കുകയാണ്. മനോഹരമായൊരു ബീച്ചാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പാറക്കെട്ടുകൾക്കടിയിലായിട്ടാണ് യോഗീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്നാണ് കേട്ടത്. ഏഴരക്കടപ്പുറത്താണ്, കണ്ണൂരുള്ള ഏഴരക്കടപ്പുറം. ഈ കടപ്പുറത്ത് നല്ല പച്ചപ്പുകളൊക്കെ കാണാം. കണ്ടൽ കാട് പോലെയുള്ള പച്ചപ്പുകളൊക്കെ കാണാം. നമ്മൾ ഈ ഇറങ്ങി വരുന്ന വഴിയിൽ ഒരു ഓഷൻ റിസോർട്ടുണ്ട്. പഴയ കുറേ കെട്ടിടങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ കടലിൻ്റെ തീരത്തായിട്ട് കാണാൻ പറ്റും. വിജനമാണ് ഈ കടപ്പുറം. ഇപ്പോഴും നല്ല വെയിലും ഒക്കെയാണ്. അതുകൊണ്ട് ഇപ്പോൾ കടപ്പുറത്തൊന്നും ആരുമില്ല. മനോഹരമായൊരു കടപ്പുറമാണ്. വളരെ സമാധാനം കിട്ടും കേട്ടോ. ഈ കടപ്പുറത്ത് കൊണ്ടിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരു മനസ്സിന് ചാർമയൊക്കെ കിട്ടും. നല്ലൊരു കടപ്പുറമാണ്. ഓ, ഈ കടപ്പുറത്താണ് യോഗീശ്വര ഉള്ളത്. ഇപ്പോൾ യോഗീശ്വര ക്ഷേത്രത്തിലേക്ക് നമുക്ക് കയറാം. ഗുഹാക്ഷേത്രം കാണാൻ കഴിയുന്നത്. കണ്ണൂർ ജില്ലയിലെ അപൂർവം ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ യോഗീശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. ഇത് പ്രത്യേകിച്ച് ഒരു ക്ഷേത്രമൊന്നുമില്ല. ഇവിടെ ഒരു ഗുഹയാണ്. ഇവിടെ യോഗികൾ പണ്ട് കാലത്ത് ഈ കടലിൽ വന്ന് കുളിച്ച് അവിടെ ധ്യാനത്തിലിരുന്നതായിട്ടൊരു ചരിത്രം പറയുന്നുണ്ട്. കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. വരൂ. ഇപ്പോൾ നമ്മൾ വാഹനം ഇറക്കിയിട്ട് ഒറ്റടിപ്പാല സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നപ്പോൾ 2 വഴിയുണ്ട്. ഒന്ന് താഴേക്ക് ഇറങ്ങും, അത് നേരെ ബീച്ചിലോട്ടാണ് പോകുന്നത്. നേരെ നടക്കണം. ഇതാണ് നമ്മൾ യോഗീശ്വര ഗുഹയിലേക്ക് പോകുന്ന വഴി. ഒരു മൺപാതയാണ്, ചെറിയ വഴിയാണ്. അപ്പോൾ ഈ യോഗീശ്വര ക്ഷേത്രത്തിലേക്കാണ് കിടക്കുന്നത്. ക്ഷേത്രത്തിൽ കിടക്കുന്നതിന് മുമ്പ് പാദരക്ഷകളൊക്കെ വെളിയിൽ ഊരി വയ്ക്കുന്നത് ഒരു മര്യാദയാണ്. ഇതാണ് ഞാൻ ഈ യോഗീശ്വരൻ്റെ ഗുഹയിലേക്ക് എത്തി.
അപ്പോൾ ഒടുവിൽ ഞാൻ യോഗീശ്വര സന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് യോഗീശ്വര സന്നിധി ഗുഹ എന്ന് പറയുന്നത്. നമുക്ക് മുൻപേയുള്ള അനേക പൂർവികർ, സിദ്ധന്മാർ, യോഗികളൊക്കെ വന്ന് തപസ്സിരുന്ന അല്ലെങ്കിൽ ധ്യാനിച്ചിരുന്ന ഒരു സ്ഥലം, വളരെ പ്രസിദ്ധമായ സ്ഥലം. ഈ പാറയിൽ ആൽമരങ്ങളും ഒക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പൂജാരിമാരൊന്നുമില്ല, പൂജാവിധികളുമില്ല. ഇവിടെ ഇതുപോലെ നിലവിളക്ക് സമർപ്പിച്ച് വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഇവിടുത്തെ പൂജാസമ്പ്രദായം എന്ന് പറയുന്നത്. ഈ എഴരക്കിടപ്പുറത്തിന് അഭിമുഖമായിട്ടാണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2000 വർഷത്തോളമുള്ള പഴക്കം ഈ ക്ഷേത്രത്തിന് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാര് മാലയൊക്കെ ഊരിയിട്ടിട്ടുണ്ട്. ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാര് ഇവിടെ വെച്ച് കെട്ടുനിറയ്ക്കൽ ചടങ്ങുകളൊക്കെ ഇവിടെ വെച്ച് ചെയ്യാറുണ്ട്. അവരൊക്കെ തിരിച്ചു വന്ന് മാല ഊരി തൂക്കിയിരിക്കുന്ന സ്ഥലമാണ് നിങ്ങൾ കാണുന്നത്. ഇതൊരു പാറയാണ്. പാറയുടെ അടിയിലുള്ളൊരു ചെറിയൊരു ഗുഹയാണ്. പാറയെന്ന് വെച്ചാൽ ഇത് വെട്ടുകല്ലാണ്. വെട്ടുകല്ലുകൊണ്ടുള്ള ഒരു ഗുഹയാണ്. ഈ ഗുഹയുടെ മേലറ്റവും ഒരു ചെറിയ വിളക്ക് വെച്ചിട്ടുണ്ട്. താഴോട്ടുള്ള പടവുകളാണ്. പടവുകളിലൊക്കെയാണ് ഭക്തർ വിളക്ക് കൊണ്ട് വെച്ച് കത്തിച്ചിരിക്കുന്നത്. ഈ വിളക്കുകൾ ഓരോ മാസം ആകുമ്പോഴത്തേക്ക് ഇതിന് വിളക്കുകളൊക്കെ അടുത്തുള്ള ഏതോ മുറിയിലേക്ക് മാറ്റും. മുമ്പ് ഇവിടെ വലിയ വലിയ വിളക്കുകളൊക്കെ ആൾക്കാർ വെച്ച് പൂജിച്ചിരുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അത് സൂക്ഷിക്കാനുള്ള സൗകര്യക്കുറവ് കാരണമാണ് ഇപ്പോൾ ചെറിയ വിളക്കുകൾ കൊണ്ട് വയ്ക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഭരണസമിതിയൊന്നുമില്ല. നാട്ടുകാരാണ് ഈ ക്ഷേത്രം സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രം ഇവിടെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇവിടെ എണ്ണയും തിരിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വിളക്ക് കൊണ്ടുവരുന്നവർക്ക് ഇവിടെ കൊണ്ടുവന്ന് എണ്ണയും തിരിയൊക്കെ എടുത്ത് ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ച് ഇവിടെ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാം. നമസ്കാരം. ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നപ്പോഴാണ് അവിചാരിതമായിട്ട് നമ്മുടെ പ്രദേശവാസിയായ അനീഷിനെ കാണുന്നത്. അപ്പോൾ അനീഷിനോട് ചോദിച്ച് നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അനീഷ് ഭായ്, ഇവിടെ ഈ ക്ഷേത്രം എത്ര നാളുകൊണ്ട് ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാവോ? ഇവിടെ വർഷങ്ങളായി പൂജകളൊക്കെ. പഴയ കാലഘട്ടത്തിലില്ല ഒരു സന്യാസിന്റെ ഇതാണ്. ധ്യാനത്തിലിരിക്കും അദ്ദേഹം. അപ്പോൾ സ്ത്രീകൾക്ക് പ്രവേശനം വൈകുന്നേരം. അകത്തേക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. പിന്നെ ആണുങ്ങൾക്ക് ഈ സമയം വന്നിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ വിചാരിച്ച കാര്യങ്ങൾ സാധിച്ചതിന് ഒരു വളക്ക് നൽകുക. അതാണ് ഇവിടെ പ്രത്യേകിച്ച് ഉത്സവം അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ടോ? സംക്രമത്തിന് നമ്മൾ നിറവിളക്ക് കത്തിക്കും. പ്രധാന ദിവസം സംക്രമ ദിവസം 1-ാം തീയതി. എല്ലാ മലയാള മാസവും 1-ാം തീയതി സംക്രമ ദിവസമാണ് ഇവിടുത്തെ പ്രധാന ദിവസം. ഏത് സമയത്തും വന്ന് ഇവിടെ പൂജിക്കാൻ കഴിയുമോ? ഏത് സമയത്തും ഭക്തർക്ക് ഇവിടെ വന്ന് പൂജിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പ്രത്യേകത എത്തിച്ചത് ഇവിടെ പൂക്കളൊന്നും കാണുന്നില്ല. ഇവിടെ പൂക്കൾ പൂക്കളൊന്നും ഉപയോഗിക്കാറില്ല. ചന്ദനത്തിരി, വിളക്കം തിരിയും മാത്രമേ ഇവിടെ വയ്ക്കാറുള്ളൂ. പൂക്കളൊന്നും ഇവിടെ ഉപയോഗിക്കാം. പൂക്കൾ ഹാരം ഇതൊന്നുമില്ല. വരുന്ന ഭക്തജനങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആണെങ്കിൽ ഭക്തജനങ്ങൾ വരുന്നെങ്കിൽ ഒരു പൂക്കൾ ഹാരമൊന്നും കൊണ്ടുവരേണ്ട കാര്യങ്ങളില്ല. ഇതൊന്നും ഇവിടെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇവിടെ ഏത് സമയത്തും വന്ന് പൂജ നടത്താം. ഓക്കെ, നന്ദി, താങ്ക് യു. യഥാ ഇച്ഛസി തഥാ ഗുരു. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് 6 ഗുണങ്ങളുണ്ടെങ്കിൽ അവിടെ ഈശ്വരൻ ഉണ്ടെന്നാണ്. ഉദ്യമം, സാഹസം, വീര്യം, ബുദ്ധി, ശക്തി, പരാക്രമവും. ഷഡേത് എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശി എന്നാണ്. നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനും ഒരു ഉദ്യമം, അതിനുവേണ്ട ഒരു സാഹസം, വീര്യം, ബുദ്ധി, ശക്തി, പരാക്രമം എന്നീ 6 ഗുണങ്ങൾ ആരിലുണ്ടോ അല്ലെങ്കിൽ എവിടെയുണ്ടോ അവിടെ ഈശ്വരൻ കൂടെയുണ്ട്. അതിനുള്ള ഏക തെളിവാണ് ഈ ഗുഹാക്ഷേത്രം. ഇവിടെ ഈ കുഗ്രാമത്തിൽ ഇത്രയും ഭക്തർ വരുന്നുണ്ടെങ്കിൽ അവിടെ വളരെയധികം വലിയൊരു ശക്തിയും വരുന്ന ഭക്തന് ഈ 6 ഗുണങ്ങളുള്ളവനെ ഈ സന്നിധാനത്തിൽ വന്നു ചേരാൻ കഴിയുള്ളൂ. ഇവിടെ നിന്ന് ഒരു ഭക്തന്റെ ആഗ്രഹം സഫലീകരിക്കുന്നെങ്കിൽ ഈ 6 ഗുണങ്ങളും ആ ഭക്തനിലുണ്ടെന്നും ഇവിടുത്തെ ഈശ്വരൻ ആ ഭക്തനോടൊപ്പം ഉണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലുള്ള പ്രസിദ്ധങ്ങളായിട്ടുള്ള, അറിയപ്പെടാതെയും പ്രസിദ്ധങ്ങളായിട്ടും ഇരിക്കുന്ന അനേകം ക്ഷേത്രങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട്. ഇത് ഓരോന്നായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഭൈരവ ആസ്ട്രോവിഷന്റെ ഏക ലക്ഷ്യം. എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവരുടെയും സപ്പോർട്ട് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.